കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, ഇവ രണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. എന്നാൽ വാവിട്ട വാക്ക് മറ്റുള്ളവരെ രസിപ്പിക്കുമെങ്കിലോ? അല്പം വിട്ടു പറഞ്ഞാലും തെറ്റില്ല. അതിനുള്ള വേദിയായ 60 മിനിറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 60 മിനിറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് 4 നഴ്സുമാരാണ്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ മഹിമ, കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ ജിബി, എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ ജോജോ, കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ എബിൻ, എറണാകുളത്ത് നിന്ന് വരുന്നു. മറ്റൊരു സർപ്രൈസ് കൂടിയുണ്ട്. എൻ്റെ 2 വശങ്ങളിലായി ഇരിക്കുന്നവർ ദമ്പതികളാണ് എന്ന ഒരു പ്രത്യേകത കൂടി ഈ എപ്പിസോഡിനുണ്ട്. ജോജോയും മഹിമയും ദമ്പതികളാണ്. അതുപോലെ തന്നെ എബിനും ജിബിയും ദമ്പതികളാണ്. നിങ്ങളെ 4 പേരെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ദമ്പതികളല്ല. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ള സ്നേഹമൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. നിങ്ങൾ വാശിയേറി മത്സരിക്കണം. ആരാണ് വിജയിക്കുന്നത്? ഞാനാണ് എന്ന് കരുതി വേണം ഈ എല്ലാ റൗണ്ടുകളിലും പങ്കെടുക്കാൻ. റെഡിയാണല്ലോ? 60 മിനിറ്റ്സിന്റെ ആദ്യ റൗണ്ടിലേക്ക് കടക്കാം. ഫ്രെയിം ടു ഫ്രെയിം. ഫ്രെയിം ടു ഫ്രെയിം റൗണ്ടിൽ 4 പേർക്കും ഓരോ കോമഡി ക്ലിപ്പിംഗ് ഇവിടെ കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് 4 ചോദ്യങ്ങളുണ്ടാവും. നിങ്ങളുടെ ഒബ്സർവേഷൻസ് എത്രത്തോളം ഉണ്ട് എന്ന് എല്ലാവരും കാണാൻ പോവുകയാണ്. പരസ്പരം അറിയാമായിരിക്കും അല്ലേ? പരസ്പരം നന്നായിട്ട് കുറ്റപ്പെടുന്നതായിരിക്കും. അത് ചെയ്ത് ശരിയായില്ല, ഇത് ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ പരസ്പരം ഒബ്സർവ് ചെയ്ത് പറയാറുണ്ടായിരിക്കും. പക്ഷേ ആ സ്കിൽ ഇവിടെയും കാണിക്കണം. ആദ്യ അവസരം വരുന്നത് മഹിമയ്ക്കാണ്. മഹിമ, മോണിറ്റർ ശ്രദ്ധിക്കാം. രാവിലെ പ്രശ്നം കൂടിയോ? എങ്ങനെ കൂടാതിരിക്കൂടോ? ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡിൽ നിന്ന് ലീക്കായ ഗ്യാസിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ആ ദിവസം നിലവിളിയോടെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്റെ മുറി കയറി വന്നവളാ എവള് വിത്ത് ദിസ്. ഇവള് അവിടെ കാലുകുത്തിയോ അന്ന് എന്റെ ലൈഫിന്റെ ഗ്യാസ് ലീക്കായി. അവിടുന്ന് ലീക്കായ ഗ്യാസാ ഈ നിൽക്കുന്ന 2 കുറ്റികള്. അതിലിപ്പോ എന്താ പ്രശ്നം? ഭോപ്പാലിലെ ഒരു മുഖർജി പയ്യനെ പ്രേമിച്ച് കല്യാണം ഉറപ്പിച്ച പെണ്ണായിരുന്നു ഇവള്. നിർത്ത്, എന്നിട്ട് കാര്യം പറ. ആ മുഖർജി തെണ്ടി ഇവളെ ഇവിടെ അന്വേഷിച്ചു വരുമെന്നാണ് ഇപ്പോഴും വിശ്വാസം. പച്ചക്കല്ല് വൈരക്കല്ല്. എടോ പ്രാവേ, നീ ഇവളെയും കൊണ്ട് ഭോപ്പാലിൽ പോയി ആ മുഖർജിയെ കണ്ടുപിടിച്ച കൊടുത്തേക്ക്. നിനക്കൊരു ഓൾ ഇന്ത്യ ടൂറുമായി കുറച്ച് കാശും ചെലവാകും. നഹി നഹി, ഹമാര തുമാര ഇടപാട് നഹി. ചേട്ടൻ തന്നെ നോക്കിയാ മതി. ഇവൻ ഹിന്ദിയാണോ? കിട്ടി. അയ്യോ, പോസ്റ്റർ അമിതാഭ് ബച്ചൻ, അയാളും ഹിന്ദി. മഹിമ, ഏത് സിനിമയാണെന്ന് മനസ്സിലായോ? അറിയില്ല. കണ്ണിനും കണ്ണാടിക്കും എന്ന സിനിമയാണ്. ഇപ്പോൾ 4 ചോദ്യങ്ങൾ ചോദിക്കും. 4 എണ്ണത്തിനും ശരിയുത്തരം നൽകിയാൽ 20 പോയിന്റുകൾ വരെ ലഭിക്കുന്ന റൗണ്ടാണിത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ജഗതിയുടെ ഭാര്യയായി അഭിനയിക്കുന്ന നടിയുടെ പേരെന്താണ്? അറിയില്ല. സീമാജി നായർ എന്നതാണ് ശരിയായ ഉത്തരം. അപ്പൊ ഇനി മറക്കരുത്. 2, കലാഭവൻ മണിയുടെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? വിളിക്കുന്നുണ്ട്. കേട്ടിരുന്നു, പക്ഷേ മനസ്സിലായില്ല. ഒരു ഹിന്റ് പറയണോ? വേണ്ട. പറഞ്ഞു. ഒരു പക്ഷിയുടെ പേരാണ്. അപ്പോഴും പറയാൻ സാധിക്കുന്നില്ല. അപ്പൊ ഉത്തരം ഞാൻ പറയാം. പ്രാവ്. ഓക്കെ. മൂന്നാമത്തേത് റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന പാട്ട് ഏതാണ്? ഒരു ഹിന്ദി പാട്ടാണ് കേട്ടത്. അമിതാഭ് ബച്ചന്റെ എന്തോ ഒരു പാട്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ ഇച്ചിരി ഒബ്സർവേഷൻ കുറച്ചുകൂടെ വേണം മഹിമയ്ക്ക്. സിന്ദഗി ഏക്ക് സഫറിയെ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അത് അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. 4ാമത്തെ ചോദ്യം പറയാൻ സാധിക്കട്ടെ. ഓക്കെ. ഭോപ്പാലിൽ എവിടെ നിന്ന് ഗ്യാസ് ലീക്കായി എന്നാണ് ജഗതി പറയുന്നത്? അതും അറിയില്ല. കിട്ടിയില്ല. യൂണിയൻ കാർബൈഡിൽ നിന്നാണ് ഗ്യാസ് ലീക്കായി എന്നാണ് പറയുന്നത്. അപ്പൊ സാരമില്ല മഹിമ, തുടക്കം മോശമായെങ്കിലും അടുത്ത റൗണ്ടുകളിൽ ഗംഭീരമായൊരു പ്രകടനം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് റൗണ്ട് തുടരാം. അടുത്ത അവസരം വരുന്നത് ജിബിക്കാണ്. ജിബി, നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. ഓക്കെ, മോണിറ്റർ ശ്രദ്ധിക്കാം. എന്നാലും എന്റെ കൊച്ചെ, എന്നോട് ഈ കൊലച്ചത് ഈ ഒന്നും കരുതിയില്ല. എന്ത് പറ്റി കൊച്ചേട്ടാ? എഴുത്തിൽ എവിടെങ്കിലും കമലാസനന്റെ പേരുണ്ടായിരുന്നോ? ആകെ പഴങ്ങഞ്ഞിയായി. എല്ലാം വിശദമായിട്ട് പിന്നെ പറയാം. എളുപ്പോ പാർക്കുട്ടി വരാൻ സമയമായി. ചേച്ചി വരട്ടെ, അതിനെന്താ? അയ്യോ, ആരുമില്ലാത്ത അവസരത്തിൽ ഇങ്ങനെ ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? പാർക്കുട്ടിക്ക് സംശയമാ. എന്ത് സംശയം? അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം സ്ഥലം വിട്ടോ.
എന്റെ പൊടി പോയി. അയ്യോ കൊച്ചേട്ടാ, ഒന്ന് ഊതി തന്നെ. കൊച്ചേട്ടാ ഒന്ന് വേഗം. എന്തൊരു നീന്തൽ കൊച്ചേട്ടാ, ഒന്ന് ഊതിക്കേ. അയ്യോ കാലമാടാ. നീ പൊക്കോ, ഞാൻ പോക്കാ. ഞാനില്ലാത്ത സമയത്ത് തനിക്ക് ഇതാ പണിയല്ലേ? തന്നെ ഞാൻ ശരിയാക്കും. നോക്കിക്കേ, ചന്ദ്രമതിയുടെ കണ്ണിലെ പൊടി. താൻ എന്റെ കണ്ണില് പൊടി ഇടാൻ നോക്കിയല്ലേ? അല്ലല്ല, ശരിയാക്കി തരാന്ന് തന്റെ ഭാനുമതിയും ചന്ദ്രമതിയും എല്ലാം ശരിയാക്കി തരാം. എല്ലാ മതികളും എന്നെ കാണിച്ചു തരാം. വാ ഇങ്ങോട്ടും. ജിബി, യെസ് ക്ലിപ്പിംഗ് കണ്ടോ? കണ്ടു. ദമ്പതികളുടെ ഇടയിലുള്ള ഒരു ക്ലിപ്പിംഗ് ആണ്, ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. എത്ര നാളെ വിവാഹം കഴിഞ്ഞിട്ട്? 8 ദിവസമായിട്ടുള്ളൂ. 8 ദിവസമേ ആയിട്ടുള്ളൂ. അതെ. അപ്പോൾ 60 മിനിറ്റ്സിലാണ് സത്യത്തില് 60 മിനിറ്റ്സ് ഒരു ഗിഫ്റ്റ് ആണ്, ഞങ്ങളുടെ ഒരു വെഡിങ് ഗിഫ്റ്റ് ആണ് ഈ ഒരു എപ്പിസോഡ്. ഓക്കെ, അപ്പോൾ എല്ലാം ശരിയാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം എന്ന സിനിമയിലെ ഒരു സീനാണ് കണ്ടത്. ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ഹാഫ് സാരി ഉടുത്തിരുന്ന നടിയുടെ പേരെന്താണ്? അറിയില്ല. അറിയില്ല. സൂര്യ എന്നാണ് ശരിയായ ഉത്തരം. നഴ്സുമാരെ സിനിമ എന്നും കാണാറില്ലേ കാര്യമായിട്ട്? സമയം കിട്ടാറില്ലെന്നാണ്. തിരക്കാണത്. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. കത്തിൽ പറയുന്ന പേരെന്താണ്? ഒരാളുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല. ശ്രദ്ധിച്ചില്ല? ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ. കമലാസനൻ എന്നാണ് പേര് പറഞ്ഞത്. മൂന്നാമത്തത് ആരുടെ കണ്ണിൽ പൊടി വീഴുന്നു എന്നാണ് പറയുന്നത്? അത് തീർച്ചയായിട്ടും ഭാനുമതി. തെറ്റിപ്പോയി. ഭാനുമതി അല്ലായിരുന്നു, ചന്ദ്രമതി. ഇഞ്ചക്ഷൻസ് ഒക്കെ മാറി എടുക്കുവോ? അതുപോലെ തന്നെ ഇവിടെ ഉത്തരം മാറ്റി പറയാൻ പാടില്ല. നാലാമത്തെ ചോദ്യം. കൊച്ചേട്ടൻ എന്ന വാക്ക് എത്ര പ്രാവശ്യം രംഗത്ത് ഉപയോഗിക്കുന്നുണ്ട്? കുറഞ്ഞ പക്ഷം 4 പ്രാവശ്യം. കുറഞ്ഞ പക്ഷം 4 എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായ ഷാർപ്പായ ഉത്തരമാണ് വേണ്ടത്. 4 തെറ്റാണ്. അപ്പോൾ നിങ്ങൾ വളരെ സ്നേഹത്തിലാണ് വന്നിരിക്കുന്ന ഭാര്യമാർ രണ്ടും വളരെ ഐക്യത്തിലാണ്. അപ്പോൾ രണ്ടാമത്തെ ആളും ഒരു പോയിന്റ് സ്കോർ ചെയ്യാതെ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഭർത്താക്കന്മാർ മുഴുവൻ മാർക്കും വാങ്ങിക്കട്ടെ എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് എന്നൊരു സംശയമുണ്ട്. നമുക്ക് നോക്കാം. ഏതായാലും റൗണ്ട് തുടരുന്നു. അടുത്ത അവസരം വരുന്നത് ജോജോയ്ക്കാണ്. ജോജോ, മോണിറ്റർ ശ്രദ്ധിക്കാം. താങ്ക് യു. ബൈ. 10 രൂപ. ഇവിടെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചേ? വെൽക്കം. ഹായ്. ഇവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ, സച്ചിദാനന്ദൻ. ഏത് ഷോപ്പില്? ഷോപ്പ് അറിയില്ല. സച്ചിദാനന്ദൻ. സച്ചിന്നാ വിളിക്കുക. അയ്യോ അറിയില്ല കേട്ടോ. ഇവളെന്തിനാ എന്നെ അന്വേഷിക്കണത്? അത് ഈ പെണ്ണിന്റെ കൂടെ. മോളെ വയറുമ ടച്ച് ചെയ്യാണ്ട് പോണേ. ഞാൻ വാ. അയ്യോ, മോളിലേക്ക് പോവല്ലേ? തല പുറത്ത് കാണിക്കട്ടോ. ഒന്ന് ഞെക്കിത്താരെങ്കിലും. ഇതെന്താ സ്കൂൾ വിട്ടാണോ? അല്ല, ഒന്നുമില്ല. ഇതിന്റെ ഡോറെന്താ പുറത്തേക്ക് വരാത്തെ? ജോജോ, കണ്ടോ? സിനിമ കാണാറുണ്ടോ? കാണാറുണ്ട്. ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാ? ഡാ തടിയ കണ്ടു. ഓക്കെ, എന്തായാലും ഈ സിനിമയുടെ പേരറിയാവോ? ഈ സിനിമയുടെ പേര് ഓർക്കുന്നില്ല. ഗ്രാമഫോൺ എന്ന സിനിമയാണ്, കണ്ടിട്ടുണ്ടാവും. അപ്പൊ ചോദ്യം ചോദിക്കാം. എത്ര കുട്ടികളാണ് ദിലീപിന്റെ കൂടെ നിന്ന് കളിക്കുന്നത്? 4. റൈറ്റ് ആൻസർ. ബോർഡിൽ എഴുതി വച്ചിരുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 16001223. 16001223. ഏതായാലും മാർക്ക് തന്നേക്കാം. പക്ഷെ അതിനിടയ്ക്കൊരു ചെറിയ കാര്യം കൂടി ഉണ്ടായിരുന്നു.
ഹാഷാണ്, പക്ഷെ നമുക്കത് വണ്ണായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം. ഓക്കെ, എനിവേ ഉത്തരം ശരിയായി ഒബ്സർവ് ചെയ്തിരിക്കുന്നത് കൊണ്ട് വീണ്ടും 5 മാർക്കുകൾ കൂടി നേടുകയാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. മീര ജാസ്മിൻ തോളത്ത് തൂക്കിയിട്ടിരുന്ന ബാഗിന്റെ കളർ എന്താണ്? വെരി ഗുഡ് ജോജോ. എന്തായാലും മഹിമ ഉത്തരം പറഞ്ഞില്ലെങ്കിലും ജോജോ 3 എണ്ണത്തിന് വരെ ഉത്തരം തന്നിരിക്കുകയാണ്. 4ാമത്തെ ചോദ്യം കൂടി ശരിയാക്കണം. ദിലീപിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? വണ്ടർഫുൾ. 4 ശരി ഉത്തരങ്ങൾ നൽകി ജോജോ 20 പോയിന്റുകൾ സ്വന്തമാക്കുന്നു. അഭിനന്ദനങ്ങൾ. ഫ്രെയിം ടു ഫ്രെയിം റൗണ്ട് തുടരുന്നു. അവസാന അവസരം വരുന്നത് എബിനാണ്. എബിൻ, ജോജോ 20 പോയിന്റിലാണ് നേടിയിരിക്കുന്നത്. എബിനും വിട്ടുകൊടുക്കരുത്. ഓക്കെ, മോണിറ്റർ ശ്രദ്ധിക്കാം. മൈക്ക് വാടക 75 രൂപ, പാമ്പിൻ കൂട് 125 രൂപ പറഞ്ഞു, 100 രൂപ കൊടുത്തു. പാമ്പ് ഒന്നിന് 15 രൂപ വെച്ച് 5 പാമ്പ് 75 രൂപ. ചായ, കാപ്പി, കടി, ഊണ് 75 രൂപ. ആ തീ പിടിച്ചെടുത്തടി. പോലീസുകാർക്ക് 10 രൂപ. റെക്കോർഡ് ഡാൻസ് 100 രൂപ. ആ ഉണക്കയിലേക്ക് 100 കൂവേ. റെക്കോർഡ് ഡാൻസ് കൂടുതലാടി ഞാനാ. റെക്കോർഡ് ഡാൻസർക്കൊക്കെ ഇപ്പൊ എന്താ വാടക എന്നറിയോ? വായിച്ചരാതെ. പടക്കം 15 രൂപ, പഴയ കോട്ട് മെഡൽ വാടക 15 രൂപ, ബസ് കൂലി 18 രൂപ 60 പൈസ, ആകെ ചെലവ് 508 രൂപ 60 പൈസ, വരവ് 356 രൂപ, കമ്പനി നഷ്ടം 152 രൂപ 60 പൈസ. പടക്കം 15 കുളുവ. ഒരു 100 വട്ടം പറഞ്ഞതാ വേണ്ടെന്ന്. സമ്മതിക്കൂല. അപ്പൊ അവനത് പൊട്ടിച്ചേ അടങ്ങൂ. ഇപ്പൊ എല്ലാം പൊട്ടിയില്ലേ? അത് എത്രയുണ്ടാ? എത്രയുണ്ടോ? 30 രൂപ 60 പൈസ. ഇനി 220 രൂപയും കൂടി ഉണ്ടെങ്കിൽ ചായക്കടക്കാരൻ രാമനായരുടെ കടയിൽ നിന്ന് കടം വാങ്ങിയ 250 രൂപ മടക്കി കൊടുക്കാം. എടാ, നീ അതിനൊരു 25 രൂപ എടുത്ത് അവൾ കൊടുത്തേ, ആശയ്ക്ക് കൊടുത്തേ. ഒരു 100 അല്ല ഒരു 10 രൂപ എടുത്ത് ഈ പാമ്പിനും കൊടു. അപ്പൊ രാമനായർക്ക് എന്ത് കൊടുക്കും? രാമനായർക്ക് നമുക്ക് എല്ലാവരും കൂടി ഉഴുന്ന് ആട്ടി കൊടുക്കാം, എന്നിട്ട് പരത്താം. എബിൻ കണ്ടു, സീൻ കണ്ടു. അപ്പൊ റെഡിയാണ്, ഉത്തരങ്ങൾ പറയാൻ റെഡിയാണ്. നോക്കാം. കാർണിവൽ എന്ന സിനിമയിലെ ഒരു സീനാണ് കണ്ടത്. പഴയൊരു സിനിമയാണ്. 1ാമത്തെ ചോദ്യം, ബസ് കൂലി എത്രയെന്നാണ് പറയുന്നത്? കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവസാന ഭാഗത്തായിട്ട് വന്ന ഒരു കാര്യമാണ് 18 രൂപ. വെരി ഗുഡ്. 18 രൂപ 60 പൈസയുണ്ട്. അപ്പൊ എങ്കിലും ഞാൻ ആ 18 രൂപ എന്ന് കൃത്യമായി ഓർത്ത് പറഞ്ഞത് കൊണ്ട് മാർക്ക് തരികയാണ്. 2ാമത്തെ ചോദ്യം, കമ്പനി നഷ്ടം എത്രയെന്നാണ് സിദ്ദിഖ് പറയുന്നത്? 250. അവിടെ തെറ്റിപ്പോയി. 155 രൂപ 60 പൈസയായിരുന്നു. എങ്കിലും ആദ്യത്തത് ഉത്തരം ശരിയാക്കി എന്നുള്ളത് വളരെ വണ്ടർഫുൾ ആയ ഒരു കാര്യമാണ്. 3ാമത്തെ ചോദ്യം എളുപ്പമുള്ളതാണ്. പൈസ എണ്ണുന്ന നടന്റെ പേരെന്താണ്? വളരെ ഫേമസ് ആയ ഒരാളാണ്. നാവിൻ തുമ്പിലുണ്ട്, പക്ഷെ ഉത്തരം പുറത്തേക്ക് വരുന്നില്ല. അതാണ്. അപ്പൊ ഞാൻ പറയാം. ഓക്കെ, ബോബി കൊട്ടാരക്കരയാണ് ശരിയായ ഉത്തരം. 4ാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ്. സിദ്ദിഖ് പറയുന്ന ചായക്കടക്കാരന്റെ പേരെന്താണ്? രാമൻ നായർ. വണ്ടർഫുൾ, ശരിയായിരിക്കുകയാണ്. അങ്ങനെ 2 ശരി ഉത്തരങ്ങൾ നൽകി എബിൻ 10 പോയിന്റുകൾ സ്വന്തമാക്കുന്നു. അഭിനന്ദനങ്ങൾ. ഫ്രെയിം ടു ഫ്രെയിം റൗണ്ടിൽ എല്ലാവരുടെയും അവസരങ്ങൾ ഇവിടെ അവസാനിച്ചു.